ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ച് ബാഗൊക്കെ കാണുന്ന വീട്ടിൽ വെച്ചിട്ടാ. എന്നിട്ട് നമ്മൾ ക്രംചിമ്പെ വാട്ടർഫോളിലേക്ക് നടക്കുകയാണ്. എവിടെ ഇന്നലെ രാത്രി മുതലേ 3 ദിവസമായിട്ട് അവരെ ചർച്ചിൻ്റെ എന്തോ സ്റ്റുഡൻസ് കോൺഫറൻസ് എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ബാഗ് ഒക്കെ വെച്ച് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ബാഗേ ഉള്ളൂ. അതിൽ മാഗി ഉണ്ടാക്കാൻ അങ്ങനെ സാധനങ്ങളേ ഉള്ളൂ. പിന്നെ പവർ ബാങ്ക് അങ്ങനത്തെ ഒക്കെ എൻ്റെ ബാഗിലിട്ട് അങ്ങനെ കണ്ട എല്ലാവരും നല്ല കുട്ടപ്പനായിട്ട് കണ്ട. അപ്പോൾ ഇത് ഇന്നലെ രാത്രി കണ്ട പയ്യനാണ് ഇത്. പയ്യയുടെ അമ്മയൊക്കെ സംസാരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് രാവിലെ. നമ്മക്കടെ പാകത്തെ ഫുഡ് ഉണ്ടാക്കാൻ അടുത്ത് വെള്ളം വാങ്ങില്ല. പാകത്തില്ല ഫുള്ള് സിമെൻറ്റിൽ വരുന്ന ഇത് വിറ്റ് വരുന്ന വെള്ളമല്ല. അങ്ങനെ നമ്മൾ വീട്ടിന് ഫുഡ് ഉണ്ടാക്കാൻ പ്ലാനാക്കി. ഭയ്യാണ് ഭയ്യ ആയി പോളെ ഭയ്യ അവക്കാനാ മാന ഭയ്യ ഉണ്ട് നമ്മൾ ഒന്നിച്ചിട്ട്. അപ്പൊ നല്ലൊരു സ്ഥലം, നല്ലൊരു സഹായി. ഇതൊക്കെ ലോക് ബഹുത്ത് അച്ഛാ. അങ്ങനെ നമുക്ക് പോകേണ്ട റൂട്ട് ചെയ്താ ഇങ്ങനെ മുകളിൽ കയറി കയറി പോകണം. അപ്പൊ നമ്മ ഫുഡ് ഉണ്ടാക്കിട്ട് പോകാൻ പറഞ്ഞു അല്ലേക്കാ. ഫുഡ് ഉണ്ടാക്കാൻ പോയാൽ നടക്കാൻ പറ്റണില്ല. കുറച്ച് നല്ല നല്ല തണലാണ്ട് പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പ്ലാനാക്കി. അങ്ങനെ ഇന്ന് ഉപ്മാവല്ല ഉണ്ടാക്കുന്നേ. ഉപ്മാവ് ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ അങ്ങ് പോകുന്ന വഴിക്ക് ഒരു പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടാ. ഒരു അല്ല ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഓഫീസ്. അത് ഈ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലൊരു പോസ്റ്റ് ഓഫീസ് വരെ സംഭവം കേട്ടോ. ഇന്ത്യൻ പോസ്റ്റ്. നമ്മ കൊച്ചു നാട്ടുകാരിക്ക് പോയാലോ? പോ സമയല്ല. അങ്ങനെ നമ്മള് കുറെ നടന്നിട്ട് ചെമ്പേക്ക് പോകുന്നുണ്ട്. 1.5 കിലോമീറ്റർ. ഒരു കാഴ്ച കാണിച്ചതാ. ഇത് കണ്ടോ? ഇതാടാ ഇത് കേവ് കൺസർവേഷൻ്റെ ഇതിലുണ്ട്. അതായത് കേവ്സ് വാട്ട് ആർ ദേ? കേവ്സ് ആൻഡ് കാവേൺസ് ആർ നാച്ചുറൽ സ്പേസസ് ഇൻ ദ ഗ്രൗണ്ട്. ദേ ക്യാൻ ബി അബവ് ഗ്രൗണ്ട്, അണ്ടർഗ്രൗണ്ട് ആൻഡ് സബ്മേർജ് അണ്ടർ വാട്ടർ ആൻഡ് ഇൻക്ലൂഡ് സീ കേവ്സ്. അതായത് നിങ്ങൾക്ക് നോക്കുന്ന ആൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതൊക്കെ വായിക്കാം. സ്ഥലം കറക്റ്റ് കാണിച്ചു തരാം കറക്റ്റിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണം എനിക്ക് ഇത് സ്ക്രീൻഷോട്ട് വായിക്കാം കേട്ടോ മൊത്തം. അപ്പോൾ ഇതാണ് നമുക്ക് പോകുന്ന കേവ്. പിന്നെ വാട്ടർഫോൾ. അതായത് 27 കിലോമീറ്റർ വരെ ഉണ്ടെന്നല്ലേ പറഞ്ഞേക്കാം. 27 കിലോമീറ്റർ. പക്ഷേ നമ്മൾ റിസ്ക്കിലാണ്. നമ്മൾ അത്ര ഒന്നും പോവില്ല. ജസ്റ്റ് ഗൈഡ് വരെ കൊണ്ടുവന്ന് അവിടെ വരെ പോയിട്ട് തിരിച്ചു തരും. അങ്ങനെ നമ്മൾ അവസാനം ചെമ്പേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഇതാ ടൂറിസ്റ്റ് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വണ്ടി തീർത്തോളേ വരൂ. വീട്ടിൽ കുറച്ചേ ഉള്ളൂ നടക്കാൻ. ഇതാ മോളിൽ കൂടി ട്രക്ക് ഈ മോഡലിലൂടെ കൊണ്ടു അവിടെ ആൾക്കാർ വരുന്നതാ. കുറച്ച് ടീംസ് വരുന്നുണ്ട് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ കണ്ട വണ്ടിയാവാ ഈ ബൈക്കാർ. ഇത് ലാസ്റ്റ് വന്ന് വരുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാറ്റഗറി മതി. സൗണ്ടൊക്കെ വാട്ടർഫോൾ ഉണ്ടല്ലോ. എത്തി സംഭവം സ്ഥലത്തേക്ക് എത്തി. അല്ലല്ല ഈ വഴിയാണ് വാട്ടർഫോൾ കിട്ടണ. ഈ വഴിയാണ് ആൾക്കാർ വരുന്നുള്ളതാ. മുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടോ? അങ്ങനെ അവസാനം കുറെ ട്രക്ക് ചെയ്തിട്ട് നമ്മൾ സ്പോട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. സ്പോട്ട് കാണിച്ചല്ലോ കാര്യമാക്കി ഇതാ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഈ മോളിൽ കെട്ടിയൊരു തോട് ഞങ്ങൾക്ക് സംഭവമാക്കിയിട്ടുണ്ട്. കണ്ട ഇതിൽ പോകണം. അത് നോക്കാം. അപ്പോൾ രണ്ടാൾ സ്ഥലം ഫോൺ കളിക്കുന്നുണ്ട്. ഫോൺ കളിക്കാൻ വന്ന എടുത്ത് സ്ഥലം വരുന്നില്ല. നിൽക്കണ്ടിട കുറച്ച് ട്രക്കിങ് കുറച്ച് മുസ്കിലാണ്. ഹലോ ഭയ്യ ഹായ് ബോലോ. ഞമ്മ കേവിന്ന് ഇറങ്ങി. ഇപ്പൊ താഴെ ഒരു കാര്യം ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോൾ സീൻ വാട്ടർഫോളാ. ഒരു രക്ഷയില്ലാത്ത വാട്ടർഫോൾ. അപ്പോൾ ആ വാട്ടർഫോളിലേക്ക് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാട്ടിനുള്ളിൽ ഓടിയിട്ട് ഇങ്ങനെ ട്രക്കിങ് ചെയ്തിട്ട് പോകണം. അങ്ങനെ ബാക്കി രണ്ടാൾ കുറച്ച് ബാക്കിലുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ നടന്ന് എന്തില്ലെങ്കിൽ കുറച്ച് നമുക്ക് ക്ലിപ്പിലെടുക്കാമല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ 3 മണിയായിട്ട് വീർട്ടുന്നല്ല. കുറച്ച് മണി കഴിഞ്ഞെങ്കിൽ ലൈറ്റ് സൺലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ഫോട്ടോ വല്ല വീഡിയോസ് മജാലും എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ കുറച്ച് വീർക്കി നല്ല വരും.
മൂവിയെ പോയിട്ട് വീട്ടിലെടുക്കതാ ചെറിയ റോഡ് വാ ചെറിയ തോട്ടിലിങ്ങനെ വെള്ളം വന്നണ്ട സൂക്ഷിച്ച് ഇറങ്ങണം ബാബാ ഇങ്ങനത്തെ സ്റ്റിക്ക് ഇടുന്നല്ലേ ഡെക്കാത്തുണ്ടെങ്കിൽ സ്റ്റിക്ക് ഇത് ട്രക്കിംഗ് പോകുന്നത് പറയുന്നേ 500 ഉറുപ്പിക ഉണ്ടേ ഒന്നിന് അന്ന് നല്ല മുതലാവും ഇതിൽ മടുക്കതാ എത്ര ചെറുത് വലുതാക്കാം മടുക്കിയൊരു ബാഗിലിടാ ഒരു പടി ഉണ്ടായാൽ മതി മടിയും കട കൊണ്ടുപോകാൻ കാലമല്ലോ ഇത് നല്ല എവിടെങ്കിൽ മടിക്കിൽ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടില്ലേ ഇതാണ് കുറച്ച് ടീംസ് വേണ്ട പിന്നെ ഈ വാട്ടർഫോള് ഇത് ഇവർക്ക് നേരെ കാണല താഴെ വ്യൂ കാണിച്ചു തരാം അപ്പോഴൊക്കെ മനസ്സിലാവും ഇതാണ് കേട്ടോ ആ വാട്ടർഫോളിൻ്റെ കേട്ടോ ഈ ക്രംചിൻ്റെ പോയാലും ഒരു വെടിക്ക് 2 പക്ഷിയും പറഞ്ഞ പോലെ ഈ വാട്ടർഫോളും കാണാം ആ കേവും കാണാം കണ്ട വാട്ടർഫോൾ കണ്ടില്ലേ നല്ല പാല് ഒഴുകി വരുന്ന പോലെ വരുന്ന കണ്ടില്ലേ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്രംചിമ്പെ വാട്ടർഫോളിൽ പോയി തിരിച്ചു പോകുന്ന വഴി കണ്ട കാഴ്ചയാണ് കേട്ടോ ഇവിടെ പന്നിയാണ് നല്ല രീതിയിൽ കഴിക്കും വളർത്തും കണ്ടോ അതായത് കൂട്ടിൽ പന്നിയൊക്കെയാണ് ഇവർ പോറ്റുന്നത് അത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ പന്നീനൊക്കെ വളർത്തുന്നത് എനിക്ക് കാണുന്നത് കേട്ടോ ഒരു മാഗി ഉണ്ട് 3 ആൾക്കാരുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് മാഗിയേ ഉള്ളൂ ബാക്കി ഇതിൽ അഡ്ജസ്റ്റ് ആക്കാം ഇതൊക്കെയാണ് നമ്മുടെ യാത്രയിലെ അനുഭവങ്ങളും ഫുഡും ഇപ്പോൾ നമ്മ ക്രംചിമ്പെ വാട്ടർഫോൾ കഴിഞ്ഞിട്ട് ഇതോടെ അതൊരു ഗ്രാമമുണ്ട് ഇവിടെ ഒരു എന്ത് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്തായാലും നമ്മൾ കുറച്ചും കൂടിയല്ല ഒരു 3-4 കിലോമീറ്റർ നടക്കാണ്ട് അടുത്തൊരു വില്ലേജ് കിട്ടണം മുകളിലുള്ള മെയിൻ വില്ലേജിൽ നിന്നും കുറേ നടക്കാണ്ട് ആ വില്ലേജ് എത്താൻ 4 കിലോമീറ്റർ എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താക്കുക അല്ലെങ്കിൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ പ്ലാനാക്കി ഇവിടെ നിൽക്കുക ടെൻ്റ് അടിക്കില്ലേ ഇവിടെ ജസ്റ്റ് ഇരിക്കുന്നത് കിട്ടി വണ്ടി കൈ കാട്ടിട്ട് പോന്നെ ഇല്ല വണ്ടി ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ടെൻ്റ് അടിച്ച് നാളെ പോകാൻ പ്ലാൻ പിന്നെ കുറച്ച് മുകളിൽ പോയെങ്കിൽ ഫുഡെല്ലാം സെറ്റാവും അത് വേറെ കഥ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നടക്കാൻ തുടങ്ങി രാത്രി ഞങ്ങൾ 3 പേരും ടോർച്ചും പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടിൽ നടക്കാറാണ് കേട്ടോ ഇങ്ങനെ നടന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല കാറ്റായിരുന്നു കുറേ നേരം നടന്നു ഞങ്ങൾ സലൗനൊക്കെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നടക്കാത്ത വേറെ വഴിയില്ല എന്ന് വെച്ചാൽ ഇന്ന് രാത്രി മാക്സിമം ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ എത്തണം ഞങ്ങളെ എയിം അങ്ങനെ അവസാനം എത്ര നടന്ന് പഠിച്ചോനെ നടന്ന് ശരിങ്ങിട്ട് ലാസ്റ്റ് നമുക്കൊരു അതേ ആ കാറ്ററിൽ വണ്ടി നമ്പർ രാത്രി കുറേ നടന്ന് എത്ര കണക്കിനില്ല വരുമ്പോൾ രാത്രിയായി ഇവിടെ പെട്ടെന്ന് രാത്രിയാവുന്നല്ലോ ഇത് 5:30 മുന്നേ അങ്ങനെ നടന്നിട്ട് ഇതാ അവസാനം ഒരു വണ്ടി കിട്ടി വണ്ടി നോക്കുമ്പോൾ എന്ത് നമ്മളെ വണ്ടി സാധനം വെച്ചിട്ട് അടുത്തോളം ഉണ്ടല്ലോ അല്ല കാത്ത അടുത്തുള്ളത് നാളെ സിമെന്റ് ഫാക്ടറിയിലെ കാണുന്നതാ ഗ്രാമം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ നടന്നപ്പോ അയ്യോ അലിക്കാം എത്ര നടന്നില്ല ഞങ്ങള് നാട്ടിൽ ഉപ്പാടടിക്കും അങ്ങനത്തെ 37 കിലോമീറ്റർ അല്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു തന്നെയാണ് നിങ്ങളുടെ നാട്ടിലെ നമ്മളെ അതിഥികളാണ് അപ്പൊ നിങ്ങൾ നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതൊക്കെ ചോദിച്ചു അപ്പൊ ആള് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞൊന്നും കിട്ടിയില്ല പിന്നെ എന്തായാലും കിട്ടി വേറെ ഒന്നും പറഞ്ഞില്ല നമ്മളിപ്പോ ആ ഒരു വിശ്വാസത്തോട് മുന്നോട്ട് പോകേണ്ട എന്താവും അറിയില്ല അങ്ങനെ ഹോട്ടലാണ് തോന്നുന്നുണ്ട് നിർത്തിയിട്ടുണ്ട് നമ്മള് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ടെമ്പോ ഡ്രൈവർ എടുത്തോളുണ്ടായിനാ വീട്ടോളുണ്ടായി പേരൻ്റെ അടുത്തോളുണ്ടായി വണ്ടി നല്ല കോണായി നമുക്ക് ഒറ്റ സ്റ്റെല്ലിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടായത് അവിടെ മോള് വില്ലേജ് ഇല്ല ആ മുകളിൽ കയറുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് വില്ലേജ് ഉണ്ട് ആ കർണാടകത്തിന് മുകളിൽ കയറിന്നിട്ട് അപ്പോൾ ആടെ നിന്നിട്ട് ആടുന്ന് ഫുഡെല്ലാം ആക്കിയിട്ട് നാളെ കാലത്തെ വിടാം പക്ഷെ അല്ല കാത്ത് അള്ളാൻ്റെ ഒരു സഹായം ഉണ്ടോണ്ട് ഡയറക്റ്റ് ആടുന്ന് വണ്ടി എടുത്തേ കിട്ടി ഇപ്പോൾ നമ്മൾ ആ വിമൽ ഭായി ഇല്ല അപ്പോൾ അയാളുടെ മോളെ ചാവി കൊടുത്തില്ലേ ചാവി തുറന്നിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട് ബാഗെല്ലാം സ്ഥലമൊക്കെ ബാത്റൂമിൽ ഒറ്റക്ക് പോകാൻ പേടി ബാക്ക് പാക്ക് ആക്കാനാണ് വരുന്നത് നമ്മളെ കണ്ടിട്ട് കിച്ചണെല്ലാം ഉണ്ട് ഇതെല്ലാം ഹോം സ്റ്റേ ഫ്രീ ആയിട്ട് കിട്ടിയതാ പവർ ബാങ്കിൽ ചാർജത്തിലുണ്ട് ഇതാണ് ഹോം സ്റ്റേ ഇത് കുറച്ച് പണി എടുക്കാനേ ഉള്ളൂ എല്ലോ ഒന്ന് പണി റെഡി ആയിട്ടാ നമ്മളെ കുറച്ച് സാധനം വീട് വെച്ചിതാ
ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ് കണ്ടോ. ഇവിടെ കുറച്ച് സാധനം ബ്യൂട്ടൻ ഗ്യാസ് പിന്നെ ഓട്സ് കുറച്ച് സാധനം ഇവിടെ വെച്ചിട്ട് പോയതാണ്. ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മ അടുത്തൊരു സ്പോട്ടിലേക്ക് പോയെന്നുണ്ട്. പോയെന്നുള്ള വിമൽ പോയി എൻ്റെ പോരുന്ന് രാവിലെ ഫുഡിലുണ്ടാക്കി സ്ഥലവും സാധനമെല്ലാം പാക്ക് ആക്കുന്നുണ്ട്. കണ്ട് എൻ്റെ ബാഗെല്ലാം ഏകദേശം പാക്കായി. അങ്ങനെ നമ്മ വീടിന് വീട് പറഞ്ഞിട്ട് നമ്മ ഇപ്പോൾ വീടിന് ഷില്ലോങ് പോകുന്നല്ലോ അല്ല ജുവായി പോകുന്ന പകരം ഞങ്ങൾ ബാംബുട്ടർക്ക് കാണാൻ പോകുന്നത്. ഇക്കാന്റെ സൈക്കിളിൽ അവിടെ സ്റ്റോപ്പിടെങ്കിലല്ല. അപ്പോൾ ഇക്ക വേറെ റൂട്ടിൽ പോയി നമ്മൾ വേറെ റൂട്ടിൽ പോകും. ഇന്ന് പിരിയാണ്. ഇപ്പൊ തന്നെ മിസ് ചെയ്ത് തുടങ്ങി ഇക്കാണ്. അങ്ങനെ ഞങ്ങള് ഷില്ലോങ് പോയിട്ട് ആടുന്ന് ബാംബു ട്രക്കെല്ലാം കഴിഞ്ഞിട്ട് ആടുന്ന് നേപ്പാൾ പോകും. ബാംബു ട്രക്ക് മിസ്സാക്കണ്ട വിചാരിച്ചു. ഒരുത്തന് പേരൻ്റെ ഉള്ളിൽ കായപ്പെട്ടിട്ടുണ്ട്. എന്താ ഇതിന് സംഭവം അറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ നമുക്ക് അവിടെ കണ്ട് കാണാം. അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മളെ ബയ്യതാ. ഈ ബയ്യാണ് നമുക്ക് സ്റ്റേ ഒക്കെ സെറ്റാക്കി തന്നത്. ഇത് പുള്ളിയുടെ പറയാ. മുകളിൽ പുള്ളീൻ്റെ സ്റ്റേ, താഴെ ഒരു ഹോം സ്റ്റേ ആക്കുന്നുണ്ട്. അപ്പോൾ ഹോം സ്റ്റേ പണിയെടുക്കുന്നുള്ളത് കഴിഞ്ഞിട്ട് ടൂറിസ്റ്റിൻ്റെ പേരാ. അപ്പോൾ കോൺടാക്ട് നമ്പറിൽ കൊടുക്കായി ബയ്യാൻ്റെ. നമ്മൾ അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് വന്ന ഒരു 5 കിലോമീറ്റർ അതൊരു നമ്മൾ ലോട്ടുംബൈ എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാ കുറച്ചപ്പുറം നടന്നെങ്കിൽ 2 റോഡ് കിട്ടും. ഈ റോഡ് ജുവൈക്ക് പോകുന്നത്, ഈ റോഡ് ഷില്ലോങ് പോകുന്നത്. അപ്പോൾ ഷില്ലോങ് പോയിട്ട് വേണേൽ നമുക്കെല്ലാ സ്പോട്ടിലേക്ക് പോകാൻ. അപ്പോൾ ജുവൈ പോയിട്ട് ഷില്ലോങ് പോവാം. അതൊക്കെ കുറച്ച് ചുറ്റിട്ട് പോകണമല്ലോ. അപ്പോൾ ഇക്കാക്ക് പോകേണ്ടത് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ജുവൈക്ക്. ഇക്കാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിടങ്ങ് പോകണം. പക്ഷേ ഇക്കാന് സൈക്കിൾ ആടലുള്ളത്. നമുക്ക് മറ്റില്ല പോയാൽ കുറച്ച് അടുത്താണ്. ഇതിൽ കുറച്ച് ചുറ്റിട്ട് പോകണം. അപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്. എന്ത് കഥ വണ്ടി വരുന്നുണ്ടോ നോക്കുന്നുണ്ട്. അത് നമ്മൾ 2 വഴി ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇക്ക പോകുന്നുണ്ട്. വീണ്ടും കണ്ടുമുട്ടുള്ളൂ. കുറെ മെമ്മറീസ്. എത്ര ഒരാഴ്ച ഇക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ വെച്ച് കാണാം, നാട്ടിലെത്തി കാണാം. ഇൻഷാല്ലാ ഇൻഷാല്ലാ ഇൻഷാല്ലാ. ഒരുപാട് കുക്കിംഗ് ക്ലാസ് നമുക്ക് കുറെ ഭക്ഷണം ഉണ്ടാക്കി തന്ന്. അതായത് ഇക്കാന്ന് വെച്ചാല് കുറെ യാത്ര ചെയ്യുന്നു. സൈക്കിളില് ഓൾ ഇന്ത്യ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്ക് കുറെ പറഞ്ഞു തന്ന എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്ന് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോ ഇനിയും കണ്ടുമുട്ട നല്ല നല്ല യാത്ര ചെയ്യാം. ഇൻഷാല്ലാ 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 കണ്ടുമുട്ടോ. ഷുവർ നാട്ടിലെത്തിയാലോ ഉറപ്പ് കണ്ടുമുട്ടും. വിളിക്കാം ഇൻഷാല്ലാ ഇൻഷാല്ലാ ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ പ്ലാന് മാറ്റി. ഞങ്ങൾ ബാംബു ട്രക്കിങ് പോകുന്ന പകരം നമുക്ക് ആടുന്ന് തന്നെ ഒരു ട്രക്ക് കിട്ടി. ട്രക്ക് ഡയറക്റ്റ് ഗുവാഹട്ടി പോകുന്നല്ലോ. അപ്പൊ നമുക്ക് നേപ്പാള് പോകാൻ അത് എളുപ്പമാവും. ഇതില്ലെങ്കിൽ സമയമില്ല നമുക്ക്. അപ്പോൾ ഈ ട്രക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് രാത്രിയാവും ഗുവാഹട്ടി എത്തുമ്പോൾ. രാത്രി ട്രെയിൻ ഉണ്ടാവും സിലിഗുരിക്ക്, ബോർഡറിനടുത്തേക്ക്. അപ്പോൾ ഇന്ന് നാളെ രാവിലേക്ക് ബോർഡറിലേക്ക് എത്തിയെങ്കിൽ നല്ല അത്ര സമയം ലാഭമില്ല. ഇതില്ലെങ്കിൽ സമയമില്ല നമുക്ക് കൂടുതൽ നേപ്പാളും കറങ്ങാണ്ടല്ലോ. അങ്ങനെ അമ്മ കുറേ സ്ഥലമുണ്ട്. കുറേ സ്കിപ്പാക്കി അമ്മ. മേഘല കുറേ സ്ഥലമുണ്ട്. മേഘലയൊക്കെ തന്നെ 1 മാസം കറങ്ങേണ്ടി വരും. അത്ര സ്ഥലമുണ്ട്. ഞങ്ങൾ കുറച്ച് സ്ഥലമേ പോയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്തത് നേപ്പാളിൽ പിടിക്കാൻ പ്ലാൻ. നല്ല ബയ്യന്മാരത്. എന്തൊരു ബയ്യന്മാർ രണ്ടെണ്ണം. ഞങ്ങളുടെ ഹെൽപ്പിങ്. അതിൻ്റെ സോക്സ് എല്ലാം ഫുള്ള് മണ്ണ പിടിച്ചിട്ടുണ്ടായി. എല്ലാം സൈഡാക്കി പെട്രോൾ പമ്പിൽ ഫുള്ള് സോപ്പെല്ലാം തന്ന് കഴിക്കാൻ പറഞ്ഞ്. നല്ലതാ. നല്ല സ്പേസ് ഉണ്ട് കിടക്കാമല്ലോ. കുറച്ച് എല്ലി നമുക്ക് ഉച്ച ഫുഡിനുണ്ടാക്കാം ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട്. എല്ലി നല്ല മച്ച കൊണ്ടിരിക്കുക. എന്താ ഇങ്ങനെ കാൽ നീട്ടിയിരിക്കാം. നല്ല കണ്ടുകൊണ്ടും ഒരു മച്ച. ഈ വൈബ് എയിൽ കിട്ടും, ടാക്സിയിൽ കിട്ടും. ഇങ്ങനെ കാലടിയല്ലോ പോകാൻ. അങ്ങനെ നമുക്കിതാ ലോറിക്കാർ സൈഡാക്കിയിട്ട് मोमोस है ना. हाँ मोमोस महंगी कितने इसको भाई इधर 100 रुपए में कितना पीस मिलेगा? पीस नहीं मतलब कितना पीस है. हाँ बहुत धन्यवाद भाई. ओ अच्छा लोग है दोनों. अच्छा आदमी लोग है. बहुत हेल्प करता है हमको. तो नहीं मिलेगा. हाँ या ये मिलेगा. हाँ ലോറിക്കാർ പണി തുടങ്ങി. എല്ലാ ലോറിക്കാർക്കുള്ള സ്വഭാവം ഇത്. ഇങ്ങനെ പൊടിയാക്കിയിട്ട് കഞ്ചാവ് ചുട്ടിട്ട് വിളിക്കുന്നത്. ഒരു കുപ്പി കൊണ്ട് തീർത്തത്ര കള്ള്. അന്നങ്ങ് പ്രശ്നമില്ല വേറെ. അങ്ങനെ നമ്മളാട്ടങ്ങ് കുൽമാലൊന്നുമില്ല. നീറ്റ് ഇല്ലോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയല്ലോ വേറെ.
വലിക്കുന്നില്ല, ഇയാളെ കഞ്ചാവ് വലിക്കില്ല, ഇയാൾ മാത്രം. അങ്ങനെ നമ്മളെ ലോറി ഡ്രൈവർ നമ്മൾ സീലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഫോട്ടോ എടുത്ത് എടുത്ത് വലിട്ട് എന്തോ ഒരു ഡ്രൈവർമാർ രണ്ടെണ്ണം. ഇതാ നല്ലൊരു പോയക്കരതാ കണ്ടാ, നല്ല മാറ്റുണ്ട്, ടോപ്പ് സ്ഥലം. ഇവിടെ ഫുള്ളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട, അന്നേലും കല്ലെല്ലാം മൂന്നില്ല, ഫുൾ നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ആള് ഫിട്ടായിട്ടുണ്ടതാ, കുറേ കാറിയിട്ടില്ല, ഫുള്ള് ടൈറ്റിലാണ്. മറ്റേ ഡ്രൈവർ നിർത്തിച്ച് എന്തോ കോഴിയാ മീൻ എന്താ വേങ്ങ പോയി കുക്കാക്കാൻ, ഏതോ സ്ഥലത്ത് നിർത്തിച്ചിട്ടില്ല. അങ്ങനെ നമ്മളെ ഭയ്യ ഇവിടെ കഴിച്ചിട്ടുണ്ട്. ആ ഭയ്യ കിധർ ജായേഗാ? मेघालय जाएगा। हम हमारा गाड़ी पे आओ, गाड़ी में आओ, इससे बेटा मेघालय जाएगा। अबे आपको उधर उतरेगा, आओ भैया। बैग फुल फोटो എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് राजस्थान से आया अभी, हाँ राजस्थान से आया, पैदल से आया. ഇത് ജോറാപട്ടലെ സ്ഥലമാണ്. നമ്മ മേഘാലയ പോയിട്ടാമോ, അപ്പൊ ഫസ്റ്റ് ലോറി ലിഫ്റ്റ് അടിച്ചിട്ടാ, അത് ഇതേ സ്ഥലത്തിനാ. ഇന്നല്ലെങ്കിൽ ഇത് കഴിഞ്ഞിതാ, ഇത് ബോർഡർ, ഇത് കുറച്ചങ്ങോട്ട് പോയെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞിതാ, പിന്നെ മേഘാലയ കഴിഞ്ഞു, പിന്നെ വരുന്നത് ആസാം. അപ്പോൾ നമുക്കിപ്പോൾ എന്താക്കുന്ന ഒരു പിടിയില്ല. കുറച്ചങ്ങോട്ട് പോയാൽ പോലീസുകാർ ഉണ്ടല്ലോ, പോലീസുകാർക്ക് പോയിട്ട് പോലീസുകാർ ഏതെങ്കിലും ഒരു വണ്ടി സെറ്റാക്കി തരുമോ ഒന്ന് ചെല്ലി ഇവിടെ ലോറിക്കാർ. പിന്നെ ഫുഡിൻ്റെ പിന്നെ ലോറിക്കാരുടെ ഇത് കോഴിയിൽ മീൻ ഉണ്ടാക്കാമല്ലോ, അത്ര ഇവർക്ക് സ്ഥലം കിട്ടിയില്ല കോഴിയുടെ അടിച്ചിന്ന് ഇവിടെ. ഇവിടെ അങ്ങനെ നമ്മൾ അടാക്കുന്നല്ല, കുറച്ച് തന്നെ സ്റ്റോക്ക് ഉണ്ടാകും കോഴിയല്ലോ, അതുകൊണ്ട് എല്ലാം തീർന്ന് കിട്ടിയില്ല. ഒരു മേങ്ങ ഒരു നോണക്ക് മീൻ മേങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം, അന്ന് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നോക്കാം, എന്തെല്ലാം നോക്കാം, ഉണ്ടാക്കാം, സാധനം ഉണ്ട് നമുക്ക് ഉണ്ടാക്കാനല്ല, നോക്കാം ഇൻഷാ അല്ലാഹ്.